അറിയാമോ നിങ്ങൾക്ക് ഹിന്ദിയിൽ പതുക്കെ പതുക്കെ, സ്ലോലി സ്ലോലി എന്ന് എങ്ങനെയാണ് പറയുക? അതിൻ്റെ ചില വേർഷൻസൊക്കെ പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ തന്നെ കൃത്യമായും അതിലൊരു 4 രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. പതുക്കെ പറയൂ. നമ്മളിപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഭയങ്കര ഒച്ചത്തിൽ പറയുന്നുണ്ട്, പതുക്കെ പറയൂ. ഒരാൾ ഭയങ്കര സ്പീഡിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പതുക്കെ പതുക്കെ. ഒരാളത് ഭയങ്കരമായ സ്പീഡിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, പതുക്കെ വിടൂ എന്നൊക്കെ പറയാം. അവിടെ പതുക്കെ എന്നതിന് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക? ഒന്ന് ഇംഗ്ലീഷ് പറയും സ്ലോലി സ്ലോലി, സ്ലോലി സ്ലോലി എന്നല്ലേ. അതിൻ്റെ ഹിന്ദി വേർഷൻ നമുക്കൊന്ന് പഠിക്കാം. ഒന്ന് ആരാംസെ, ആരാംസെ. അത് 2-3 വട്ടം പറയണമെന്നില്ല. ആരാംസെ ഭായ് സാബ്, ആരാംസെ, ആരാംസെ, പതുക്കെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആരാം കർണ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥമുള്ളതെങ്കിലും ആരാംസെ എന്ന് പറഞ്ഞാൽ മതി. ആരാംസെ പോലോ, ഒന്ന് സ്പീഡ് പറയല്ലേ, ഒന്ന് ശബ്ദത്തിൽ പറയല്ലേ, ആരാംസെ. ഓക്കെ. രണ്ടാമത്തെ ഒന്നാണ് ധീരെ ധീരെ എന്ന് പറയും, പതുക്കെ പതുക്കെ. ഇപ്പോൾ വാഹനമൊക്കെ പോകുന്ന സമയത്ത് ഒരാൾ ഹൈ സ്പീഡ് പോവുകയാണ്, ആ സമയത്ത് ധീരെ ധീരെ, ധീരെ ധീരെ എന്ന് പറയാം. ഓക്കെ. മൂന്നാമത്തെ ഒന്നാണ് എന്താണ് പറയുക, അഹിസ്തേ അഹിസ്തേ എന്ന് പറയും. ഓക്കെ. അഹിസ്തേ അഹിസ്തേ. അവിടെ ഹസ്തേ ഹസ്തേ എന്ന് പറയാൻ പാടില്ല. ഹസ്തേ ഹസ്തേ എന്ന് പറഞ്ഞാൽ ചിരിച്ച് ചിരിച്ചെന്ന്, അത് തെറ്റാണ്. അഹിസ്തേ അഹിസ്തേ അങ്ങനെ പറയണം. അഹിസ്തേ. ഓക്കെ. 3 എണ്ണമായില്ലേ? ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ വളരെ പതുക്കെ വണ്ടി ഓടിക്കൂ, വളരെ പതുക്കെ സംസാരിക്കൂ, വളരെ പതുക്കെ ഭക്ഷണം കഴിക്കൂ, വളരെ സ്ലോലി ചെയ്യൂ എന്ന് പറയാൻ നമുക്ക് പറയേണ്ട ഒരു വാക്കാണ്. ആദ്യമായി ആരാംസെ, ആരാംസെ ബോലോ, ആരാംസെ ജാവോ, ആരാംസെ ഖാവോ, ഇങ്ങനെ പറയാം. രണ്ടാമത്തെ ഒന്നാണ് ധീരെ ധീരെ, ധീരെ ധീരെ എന്ന് പറയാം. ധീരെ ധീരെ ബോലോ, ധീരെ ധീരെ ബാത് കറോ, ധീരെ ധീരെ. അത് മൂന്നാമത്തെ ഒന്നാണ് നമ്മൾ സാധാരണ പറയുന്നതാണ് ആഹിസ്തേ ആഹിസ്തേ പോലെ. ഓക്കെ. പതുക്കെ പതുക്കെ പറയുന്നതാണ്. ഇത് 3ആയി. ഇനി സാധാരണക്കാർ പറയുന്ന ഒരു വാക്കുണ്ട് തൊടസ, തൊടസ ബാത് കറോ, തൊടസ. ഇങ്ങനെയും അതിൻ്റെ മറ്റൊരു ആംഗിൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഏത് വാക്കുകളും ഇതിനോട് യോജിച്ച് പറയുമ്പോൾ സ്ലോലി സ്ലോലി എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഇവർ ഹിന്ദിക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 വാക്ക് ഒന്നിച്ച് പറയും. മേരെ സാത്ത് സാത്ത്, സാത്ത് സാത്ത് എന്നാണ്, സാത്ത് എന്ന് മാത്രമല്ല സാത്ത് സാത്ത് പോലോ, ഇസ്കാ സാത്ത് സാത്ത് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ പതുക്കെ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ജൽദി ജൽദി, ജൽദി ജൽദി. പറയാനല്ല, ഒന്ന് സ്പീഡ് എന്താ ഇങ്ങനെ പതുക്കെ, ജൽദി ജൽദി ജാവോ, ജൽദി ബോലോ, ജൽദി കറോ എന്ന് പറയാം. ഓക്കെ. പിന്നെ ശക്തിയിൽ പറയൂ എന്നതാണ് ഇതിൻ്റെ ചെറിയ ഓപ്പോസിറ്റ്. അതെന്താ പറയുന്നത്? ജോർസെ, ജോർസെ ബോലോ. ഇനി ഇതിൻ്റെത് ഭയങ്കര പവറിൽ പറയൂ, തേസ് സെ, തേസ് സെ. അപ്പം തേസ്, ജോർസെ, അതേപോലെ തന്നെ നമ്മളിതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും നന്നായി ഹിന്ദിക്കാരെ പോലെ നിങ്ങൾക്കും ഹിന്ദി ഭാഷ ഇനി സംസാരിക്കുവാൻ ഹിന്ദി യൂനിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ആപ്കാ ധന്യവാദ്, ബഹുത് ശുക്രിയ.